കളിച്ച് ഒടുവിൽ കളത്തിന് പുറത്തായ അൻവർ കേരളത്തിൽ നിക്കക്കളിയില്ലാതെ ഇനി ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന അവസ്ഥയാണോ? എന്താണ് സർ? തീർച്ചയായിട്ടും അതെ. ഇന്നിപ്പം അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ പുള്ളി ഓൾറെഡി ഇടതുപക്ഷ സ്വതന്ത്രമായിട്ട് മത്സരിച്ച ആളാണ്. വേറൊരു പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അദ്ദേഹം ഓൾറെഡി ഇപ്പം മമതാ ബാനർജിയുടെ പാർട്ടിയിൽ അംഗത്വം എടുക്കാനുള്ള ഒരു രീതിയിലാണ്. അത് കേരളത്തിൽ വലിയ വേരുകളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് രാജ്യസഭയിലൊക്കെ പോകാം എന്നൊരു കണക്കൂട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹമാണെങ്കിൽ നിരവധി ആരോപണങ്ങൾ നമ്മുടെ DGPക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. അവസാനം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മേലേക്ക് അദ്ദേഹത്തിന്റെ ആരോപണം വന്നതോടുകൂടി പാർട്ടിക്കാർ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരാക്രമിച്ചാലും അവരെ പാർട്ടിക്ക് പുറത്തുനിന്നാണ് പൊതുവെ മാധ്യമങ്ങൾ പറയുന്നത്. അതെ അതെ, മാധ്യമങ്ങൾ അങ്ങനെ തന്നെ. അതിൽ ഒന്നും നമുക്ക് ഇല്ലാതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് മാധ്യമപ്രവർത്തകരായാലും പാർട്ടിക്കാരായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവർക്കിട്ട് പണിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും മുഖ്യനെതിരെയാണ് MLA. കാരണം ഒരു കാലത്ത് മുഖ്യന്റെ സന്തത സഹചാരിയും വളരെ വിശ്വസ്തനുമായി വർത്തിച്ചിരുന്ന ഈ PV അൻവർ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ എന്തിൻ്റെയൊക്കെ പേരിൽ അവർ തമ്മിലുള്ള ഒരു പടലപ്പിണക്കത്തിന്റെ പേരിൽ കുറെ തെളിവുകളുമായി വരുന്നു. അത് പിന്നെ പിണറായിക്കെതിരെ അദ്ദേഹം കാണിക്കുന്നു. പിന്നെ പൊതുസമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നു, പുതിയ പാർട്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ കോലാഹലങ്ങളോട് കോലാഹലമാണ് PV അൻവർ കാണിച്ചു കൂട്ടിയത്. എന്നാൽ അതിന് ഒടുവിൽ അദ്ദേഹം കിട്ടിയതോ അവസാനം കേരളം വിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോകേണ്ട അവസ്ഥ. അതായത് കോൺഗ്രസിലായിരുന്നു, സാർ പറഞ്ഞല്ലോ, ഒരിക്കൽ കോൺഗ്രസിലായിരുന്നു അദ്ദേഹം, പിന്നീട് LDF സ്വതന്ത്രമായി മത്സരിക്കുന്നു, നിലമ്പൂർ MLA ആകുന്നു. അങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ ആയി മാറുന്ന ഒരു അവസരത്തിലാണ് ഈ ADGP അജിത് കുമാറിനെതിരെ അദ്ദേഹം കുറെ തെളിവുകളുമായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അത് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു അറസ്റ്റും. അതെനിക്കൊന്ന് പാർട്ടി അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പലവട്ടം സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം ഘോരഘോരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. PV അൻവർ എന്നെ അറസ്റ്റ് ചെയ്യും, എന്നെ എപ്പോഴെങ്കിലും കൊന്നുകളയാം, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടാം, എന്നാലും ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പേരിൽ ഒരു നിസ്സാര കേസ് വേണമെങ്കിൽ പറയാം നമുക്കല്ലേ. വൈകിട്ട് തന്നെ പുള്ളിക്ക് ജാമ്യവും കൊടുത്തു. വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് പുള്ളി പുറത്തു വന്നു. പക്ഷെ ഇപ്പൊ പുള്ളി പറയുന്നത് ഞാൻ VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചു, അത് P ശശി പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് സ്വന്തമായിട്ട് പ്രശ്നമില്ല, ഞാൻ VD സതീശനോട് മാപ്പ് ചോദിക്കുന്നു, VD സതീശൻ മാപ്പ് സ്വീകരിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ പുള്ളി പറയുന്നത്. അതുകൂടെ തന്നെ മറ്റേ P ശശി പറഞ്ഞിട്ടാണ് VD സതീശനെതിരെ, CPM-ന്റെ മറ്റു നേതാക്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടെ ഞാൻ UDF-ന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. പുള്ളി നിലമ്പൂർ മത്സരിക്കുന്നില്ലെന്നാണ് പുള്ളി ഇപ്പൊ അവസാനം ഒരു തീരുമാനം. ഞാൻ നിലമ്പൂര് റീഇലക്ഷൻ വരുവാണ്. നിലമ്പൂർ ഇപ്പൊ 3 മാസം റീഇലക്ഷൻ വരും അസംബ്ലിയുടെ. വരുന്ന സമയത്ത് പുള്ളി മത്സരിക്കുന്നില്ല, ഞാൻ UDF-ന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിനുശേഷമായാലും UDF-ൽ കയറി പറ്റാം. ഈ മമതാ ബാനർജിയുടെ പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഒരു പാർട്ടാണ് ഇന്ത്യയിൽ. അന്നേരം രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന UPയുടെ ഒരു പാർട്ടാണ് മമതാ മുന്നണി. അന്നേരം സാധാരണ രീതിയിൽ അദ്ദേഹത്തെ UDF-ൽ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ പല നേതാക്കളും VD സതീശൻ ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും അൻവറിനെ എടുക്കുന്നതിനോട് എതിർപ്പാണ്. ഇല്ല പണ്ടേ പുള്ളി UDF കയറിയാനെ, മുസ്ലിം ലീഗിനൊക്കെ പുള്ളിയെ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നിനും പറ്റാത്തതുകൊണ്ടാണ് പുള്ളി UDF-ന് പൂർണ്ണ പിന്തുണയും കൊടുത്ത് പുള്ളി MLA സ്ഥാനം രാജിവെച്ച് പൂർണ്ണമായിട്ടും പുള്ളി ഒരു പരാജയത്തിന്റെ വക്കിലാന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒരിക്കലും MLA ആകാൻ പറ്റത്തില്ല. കേരളത്തിൽ ഒരിക്കലും മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ഒരു ജനപ്രാതിനിധ്യമൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഉടനെ ബുദ്ധിമുട്ടാണ്. കുറെ രാജ്യസഭയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി എന്നാ പറയുന്നു ശരി? എനിക്കിപ്പോ തോന്നുന്നു പുള്ളി നമ്മുടെ സൗത്ത് ഒക്കെ വിട്ട് കേരളമൊക്കെ വിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു. കാരണം പുള്ളി ഒരു ഇർക്കിലി പാർട്ടിയെ പോലെ ഒരെണ്ണം രൂപീകരിച്ചായിരുന്നല്ലോ സാറേ. സ്റ്റാലിന്റെ പാർട്ടിയിലേക്ക് കയറുന്നൊക്കെ പറഞ്ഞു ഭയങ്കര. സ്റ്റാലിന്റെ പാർട്ടി കയറ്റാത്തെന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയുടെ പാർട്ടാണ്, പിണറായി ആയിട്ട് അടുത്ത ബന്ധമാണ്. അന്നേരം ഒരിക്കലും സ്റ്റാലിൻ പുള്ളിയെ സ്വീകരിച്ചില്ല. പിന്നെ പുള്ളിയെ സംബന്ധിച്ചോളം ബന്ധങ്ങൾ ഒത്തിരി ഉണ്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് പുള്ളി വർഷങ്ങളായിട്ട് ആഫ്രിക്കയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിൽ ഒത്തിരി ആൾക്കാരെ വെച്ച് നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ പുള്ളിക്ക് ശരിക്കും സമയമില്ല ഈ അസംബ്ലി വരാനും. പണ്ട് പുള്ളി അസംബ്ലി വരാത്തതിനും പല രീതിയിലുള്ള പ്രശ്നങ്ങളുമായിരുന്നില്ല കോൺഗ്രസ് ഉയർത്തിയത്. പുള്ളിക്ക് വരാനും പറ്റത്തില്ല. അതുപോലെ ബിസിനസ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പുള്ളി അപ്രസക്തനാവോ ഇല്ലയോ എന്നൊക്കെ കാലമാണ് തെളിയിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. മമതാ ബാനർജി ഉറപ്പായിട്ടും പുള്ളിയോട് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മമതാ ബാനർജി കോഴിക്കോട് വരുന്നുണ്ട്, പുള്ളിയായിട്ട് വീഡിയോ കോൺഫറൻസ് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ പാർട്ടിയുടെ ഇതിനകത്ത് കിടക്കുന്ന നിശാലൊക്കെ കിടക്കുന്നുണ്ട്. ഓൾറെഡി ഞങ്ങളെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അഭിഷേക് മുഖർജി അവരുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ട് അൻവറെ സ്വീകരിച്ചു, അൻവർ കേരളത്തിന്റെ പോരാളി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കാലമാണ് തെളിയിക്കേണ്ടത്. ജനങ്ങളുടെ ഒരു പിന്തുണ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ആരും, എനിക്കൊന്ന് കെ കരുണാകരൻ വരെ ഇവിടെ പാർട്ടി ഉണ്ടാക്കിയിട്ട് കെ കരുണാകരനെ കൊണ്ട് പോലും അവസാനം DIC ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ആരും ഒറ്റയ്ക്ക് നിന്നൊരു രാഷ്ട്രീയമില്ല. ആര് കോൺഗ്രസിൽ നിന്ന് പോയാലും, അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കോൺഗ്രസിൽ നിന്നൊക്കെ പോകുന്നവരും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പോകുന്നവരൊക്കെ പാർട്ടി തിരിച്ചു വരുന്ന
ഒരു സമയം നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനെപ്പറ്റിയൊക്കെ എന്താണ് പൊതുവായിട്ട് സാറേ ഈ പി വി അൻവർ MLA എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം അപഹാസ്യനായി മാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഈ ആദ്യം ഒരു കാലത്ത് ഈ മറുകണ്ഠം ചാടി ടീമുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണല്ലോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അതായത് ഈ കോൺഗ്രസിൽ നിന്ന് മാറി അദ്ദേഹം LDF-ലേക്ക് പോകുന്നു. LDF-ൽ കുറെ കാലം അദ്ദേഹം ഈ പറയുന്ന പോലെ വളരെ വിശ്വസ്തനായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് MLA സ്ഥാനം കിട്ടുന്നു. പിന്നീട് അദ്ദേഹം അങ്ങ് പുകഴ്ത്തലാണ് എന്തിനും, അതായത് ഒരു പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ സപ്പോർട്ടീവായിരുന്ന മനുഷ്യൻ്റെ സുപ്രഭാതത്തിൽ തിരിയുന്നു. അദ്ദേഹത്തെ കേൾക്കുന്നില്ല എന്നൊരു പരാതിയാണ് അദ്ദേഹം ആദ്യം കുഞ്ഞു കുട്ടികളെ പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പിണറായി സഖാവ് കേൾക്കുന്നില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഈ പറയുന്ന തെളിവുകളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുന്നില്ല, ഇതെല്ലാം പറഞ്ഞ് അവസാനം കൈവിട്ട കളി കളിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്കെതിരെ നിന്നു എന്നുള്ളതാണ്. ഇപ്പൊ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടിക്കാരെ മാക്സിമം ക്ഷമിച്ചു. അവസാനം അവരുടെ തലതൊട്ടപ്പിനെ നേരെ കൈ ഉയർത്തിയപ്പോഴാണ് അവരെ കൈ വെട്ടി അരിഞ്ഞു കളഞ്ഞത്. ലിറ്ററലി അങ്ങനെ ചെയ്യുന്നത്. പിന്നില്ല, കഴിഞ്ഞ ഇപ്പോൾ ഒരു മാസമായിട്ട് മാധ്യമങ്ങളുടെ വലിയ ശ്രദ്ധയാണ് പുള്ളി കിട്ടിയത്. കാരണം പുള്ളി അറസ്റ്റ് ചെയ്യുന്നു, പുള്ളി പാർട്ടി വിടുന്നു, പുള്ളി എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് പുള്ളി ചെയ്യുന്നുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമുണ്ട്. കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം വന്നു, ഓരോ വിഷയം വരുമ്പോൾ ജനം അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. പുള്ളിക്ക് എന്നും ഇത് നിലനിർത്താൻ പറ്റുമോ? പുള്ളി ചേലക്കരെ കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തി, അങ്ങനെ പല പ്രശ്നങ്ങളാണ്. അല്ലെ ചേലക്കരയിലൊക്കെ UDF-നെ സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ UDF-ലേക്ക് പുള്ളി എടുക്കാൻ വരെ അവസരം ഉണ്ടായിരുന്നു. പുള്ളി UDF സ്ഥാനാർത്ഥിയെയും പലരും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയിൽ നിലമ്പൂർ തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ മകനെ പുള്ളി ആക്രമിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുക്കരുത്, വേറെ ആൾക്ക് സീറ്റ് കൊടുക്കണം, ഞാൻ പിന്തുണ കൊടുക്കും, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പുള്ളി പറഞ്ഞ് എനിക്ക് തോന്നുന്ന പുള്ളിയെ കൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള കേരള രാഷ്ട്രീയത്തിലെ അവസ്ഥ നമുക്ക് അറിയത്തില്ല. പക്ഷെ ജനം പുള്ളിയെ സ്വീകരിക്കുകയോ ഇപ്പൊ അസംബ്ലി സീറ്റിലൂടെ പോയി MLA സ്ഥാനം പോയി ഇപ്പൊ പ്രോട്ടോകോളോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിക്ക് സിറ്റിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഒരു കാലത്ത് പിണറായിയുടെ ഇവിടുത്തെ മറ്റുള്ളവരെ കളയാൻ വേണ്ടിയിട്ടും പല പല ചാനലുകളെ ഓൺലൈൻ പൂട്ടിക്കാനും, പേരൊന്നും പറയുന്നില്ല, പല പല ചാനലുകളെ പുറകെ നാളെ പൂട്ടിക്കും, നാളെ കഴിഞ്ഞ് പൂട്ടിക്കും, ആഫ്രിക്കയിൽ നിന്ന് വന്ന് പൂട്ടിക്കും. ഞാൻ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്നാ പറയാനുള്ളത്? അത്ര ശക്തമായിട്ട് കത്ത് നിന്ന ആളിപ്പം ഒന്ന് 0 ആയി പോയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അതിനെപ്പറ്റി ഭാവി കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞ തന്നെ കറക്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഉത്തരേന്ത്യയിലേക്ക് പോയി ഇപ്പൊ TMC തൃണമൂൽ കോൺഗ്രസിൽ കയറുമോ, കയറിയാൽ എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി? ഇത് MP ആവുമെന്നൊക്കെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? അവർ ചിലപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ചാൻസുകളുണ്ട്. കാരണം അവിടെ ഒത്തിരി പുറത്തുനിന്നുള്ളവരെയും പുതുതായിട്ട് വരുന്നവരെയൊക്കെ രാജ്യസഭയിലേക്ക് കൊടുക്കും. പുള്ളിയെ സംബന്ധിച്ചോളം MP സ്ഥാനം കിട്ടുക എന്ന് പറയുമ്പോൾ 6 വർഷത്തേക്ക് പുള്ളിക്ക് കാര്യങ്ങൾ നടത്താൻ സേഫായി, പുള്ളിക്ക് കൃത്യമായിട്ടൊന്നും മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കേണ്ട, വല്ലപ്പോഴും ചെന്നാൽ മതി, പുള്ളിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ പുള്ളിയുടെ പ്രാധാന്യം ഈ MLA സ്ഥാനം പോകുന്നതോടുകൂടി പോകാനൊക്കെ അതിന് ഒത്തിരി ഡൗൺ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ ഒരു വിലയിരുത്തല. ബാക്കിയൊക്കെ നമുക്ക് ഇനി പിന്നെ അതിനെപ്പറ്റി പറയാനുള്ളത്. രാജിവെച്ചു, ഇനി മറ്റേ പാർട്ടി ഉണ്ടോ, കുറെ നാളൊക്കെ ഈ മാധ്യമത്തിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. മമതാ ബാനർജി ഇപ്പോൾ വരും, പ്രസംഗിക്കും. പക്ഷെ ഒന്നും കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഏറ്റെടുക്കുമെന്ന് അറിയത്തില്ല. പുള്ളിയെ സംബന്ധിച്ചുള്ള UDF-ലേക്ക് ഒരു വഴിയില്ല, UDF-ൽ ബുദ്ധിമുട്ട്. BJP ആണ് പുള്ളി ദിവസം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, BJP-ലേക്ക് ഇങ്ങനെ കയറി ചെല്ലും. പുള്ളിക്ക് അവസാന വഴി ഇപ്പം മമതയേ ഉള്ളൂ. സ്റ്റാലിനും കൈവട്ടോടുകൂടി മമതയെ ഒരു ചോയ്സ് ഉള്ളൂ. മുസ്ലിം ഒന്നിനും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പുള്ളി ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും MLA സ്ഥാനം രാജിവെച്ച അൻവറിന്റെ സ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും അൻവർ രാജി വെച്ചു, കളമൊഴിഞ്ഞിരിക്കുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് മാത്രമല്ല, ഇനി കിട്ടിയ കച്ചിത്തുരുമ്പിൽ കയറി പിടിച്ച് അൻവർ മുകളിലേക്ക് ഉയരുമോ എന്ന് കേരള ജനതയ്ക്ക് കാത്തിരുന്ന് കാണാം.